ഇറാൻ ആണവായുധ നിർമ്മാണം പുനരാരംഭിച്ചതായി അമേരിക്കയുടെ ഇൻ്റലിജൻസ്. കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. പ്രതീക്ഷിച്ച തരത്തിലല്ല ഇറാൻ്റെ നീക്കങ്ങളെന്നും പുറത്തുനിന്ന് പറയുന്ന തരത്തിലല്ല പ്രവൃത്തി നടക്കുന്നത് എന്നതടക്കമുള്ള വിവരമാണ് ഇപ്പോൾ ഏറെക്കുറെ ചോർന്നിരിക്കുന്നത് എന്ന തരത്തിലാണ് ഈ അമേരിക്കൻ മീഡിയകളും മാധ്യമങ്ങളും ഈ വിഷയത്തെ ആധികാരികമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് സമ്പുഷ്ട യുറേനിയം 60% നിന്ന് 90% കഠിന ശ്രമത്തിലാണ് നിലവിൽ ഇറാൻ രാജ്യമുള്ളത്. അതങ്ങനെ വിവരങ്ങൾ ചോർന്ന് മറ്റു രാജ്യം അറിയുന്നു എന്നതിനാൽ അതിന് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമോ പ്രയാസമോ ഇല്ലതാനും. കാര്യം എന്ന് പറയുന്നത് യുദ്ധം എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതും ഏത് തരത്തിലാണ് യുദ്ധത്തിൽ ശത്രുവിനെ പരാജയപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതും കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഇറാൻ അവരുടേതായിരിക്കുന്ന തന്ത്രപരമായ രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് സർവ്വ മേഖലയിൽ നടത്തുന്നത്. അതിനാൽ തന്നെ ആണവായുധം നിർമ്മിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ പ്രശ്നമാവാൻ സാധ്യതയില്ല എന്നും വിലയിരുത്തുന്നു. ഇസ്ഫഹാനിലെ യുറേനിയം പുറത്തെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ നത്തൻസ്, ഫോർദോ, ബുഷഹർ, ഇസ്ഫഹാൻ, അറാഖ് സർവ്വ മേഖലയിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ മേഖലയും ഇപ്പോൾ വളരെ സജീവമാണ്. സൈനിക വിന്യാസത്തോടു കൂടി പല പ്രവർത്തനങ്ങളും ആരംഭിക്കുന്നു എന്ന തരത്തിലുള്ള ചില ചിത്രങ്ങൾ സാറ്റലൈറ്റ് പുറത്തുവിടുകയും ചെയ്തതോടുകൂടി ഇതിനൊരു യാഥാർത്ഥ്യത ഉണ്ട് എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇത് ഇസ്രായേലിനും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് റഷ്യയുടെയും അമേരിക്കയുടെയും കൈവശത്തിലുള്ള ആണവായുധം പോലെ സുരക്ഷിതമായ രീതിയിൽ അവർ തങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല. ആവശ്യം വന്നാൽ ഇറാൻ